ബി.ജെ.പിയുടെ ഇന്നത്തെ ഒരു രാഷ്ട്രീയ കാലത്ത് അവർക്ക് വിലക്കെടുക്കാൻ കഴിയാത്ത, ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ അവർക്ക് വിലക്കെടുക്കാൻ കഴിയാത്തവർ ഇടതുപക്ഷമാണ്. അങ്ങനെ നിങ്ങൾ പൂർണ്ണമായും ലോക്സഭയിലേക്ക് കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ തന്നെ പോകണം എന്ന രാഷ്ട്രീയമാണോ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ സിറ്റിംഗ് MP വലിയ ആത്മവിശ്വാസം UDF ഇവിടെ ഡോക്ടർ സോയ പ്രകടിപ്പിച്ചത് കണ്ടല്ലോ. ഒരു മന്ത്രിയെ തന്നെ ഈ രംഗത്തിറക്കി സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ ഇടതുമുന്നണി എന്താണ് ആലത്തൂരിനോട് പറയുന്നത്, അല്ലെങ്കിൽ കേരളത്തോട് പൊതുവിൽ പറയുന്നത്? എനിക്ക് തോന്നുന്നത് ആദ്യം രണ്ടാമത്തെ ചോദ്യത്തിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കും നല്ലത് തോന്നുന്നു. ഒരു മന്ത്രിയെ തന്നെ ഈ മണ്ഡലത്തിൽ മത്സരിക്കുക വഴി CPM എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ തെരഞ്ഞെടുപ്പ് എന്നത് ഇന്ത്യ നിലനിൽക്കണോ എന്ന ചോദ്യമാണ് വരുന്നത്. ഇന്ത്യ എന്ന രാഷ്ട്രം നിലനിൽക്കണോ എന്നുള്ളതാണ്. ആ ഇന്ത്യ എന്ന രാഷ്ട്രം നിലനിൽക്കണോ എന്ന ചോദ്യത്തിന് ഉത്തരം മന്ത്രിസ്ഥാനമോ MLA സ്ഥാനമോ MP സ്ഥാനമല്ല. ഈ തെരഞ്ഞെടുപ്പിൽ 20 മണ്ഡലവും ജയിക്കാൻ ആവശ്യമായ സ്ഥാനാർത്ഥികളെ കൊടുക്കുക എന്നുള്ള ഏറ്റവും ഒന്നാമത്. ആ ഒന്നാമത് വെക്കുന്നിടത്താണ് രണ്ടാമത് പറയുന്നത്. ഒന്നാമത് പറഞ്ഞ കാര്യം രണ്ടാമത് ശേഷമാണ് വരുന്നത്. അവിടെയാണ് ഇവിടെ LDFൻ്റെ പ്രസക്തി, UDFൻ്റെ പ്രസക്തി എന്നുള്ളത്. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ, 10 കൊല്ലം വേണ്ട, കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ ഈ രാജ്യത്ത് നിന്നും കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിമാരായവർ BJPയിലേക്ക് പോയ എണ്ണം 12 ആണ്. 12 മുഖ്യമന്ത്രിമാരാണ്. ഇനി അത് വിടുക. ഇപ്പം 307 MP അപ്പുറത്ത്. പാർലമെന്റിൽ 307 MP-മാരിൽ 112 പേർ കോൺഗ്രസ് ആണ്. ഇനി PCC പ്രസിഡന്റുമാരും അവരുടെ വർഗ സംഘടനകളുടെ ഒക്കെ അത് വിടുക. അങ്ങനെ ഇന്ന് രാജ്യത്തുള്ള മിക്കവാറും BJP നേതാക്കൾ മുഴുവൻ കോൺഗ്രസ് ആണ്. ഇനി പണ്ടൊക്കെ അവിടെയെന്ന് വിചാരിക്കും, ഇപ്പോൾ ഇവിടെ സ്ഥിതി എന്താ? ഭാഗ്യത്തിന് ഞാൻ ഇവിടെയായി പോയി. ഏത് സമയം ഇവർ തമ്മിൽ ചേരാനുള്ള സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടേക്ക് കാര്യങ്ങൾ മാറി എന്ന അപകടമാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾ നോക്കൂ, ഈ കേരളത്തിലെ കോൺഗ്രസ് എന്നാൽ ആരാ? കേരളത്തിലെ കോൺഗ്രസ് എന്നാൽ അത് കരുണാകരനായിരുന്നു. കേരളത്തിലെ കോൺഗ്രസ് എന്നാൽ അത് ആന്റണിയായിരുന്നു. ആന്റണിയുടെ മകൻ ഇപ്പോൾ എവിടെയാ? BJPയിലാണ്. കോൺഗ്രസിൽ കരുണാകരൻ്റെ മകളിപ്പോൾ പത്മജയാണോ? ഇനി ആന്റണിയുടെ മകനെ അനിലിനെ കുറിച്ച് ഒരു പറഞ്ഞ ന്യായം എന്താ? അനിൽ ദേശീയ രാഷ്ട്രീയത്തിലായിരുന്നു, IT സെൽ കൺവീനറായിരുന്നു, വലിയ പ്രാധാന്യമില്ല എന്ന. എന്നാൽ പത്മജ എന്നാൽ ഈ സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ സമിതി അംഗമാണ്. അതിനപ്പുറം AICC മെമ്പറാണ്. AICC മെമ്പറായ കരുണാകരൻ്റെ മകളായ പത്മജയ്ക്ക് പോലും BJPയാണ് കോൺഗ്രസിനേക്കാൾ നല്ലതെന്ന് തോന്നിത്തുടങ്ങിയാൽ പിന്നെ കേരളത്തിലെ ഏത് കോൺഗ്രസിന് BJP ആയിക്കൂടാ. അതുകൊണ്ട് വിശ്വസിക്കാനാവുന്ന ഒരു നിലപാട്, വിശ്വസിക്കാനാവുന്ന ഒരു മുന്നണി, എന്ത് സാഹചര്യം ഉണ്ടായാലും 20 പേർ തെരഞ്ഞെടുക്കപ്പെട്ട് അങ്ങോട്ട് പോയാൽ ആ 20 പേരും LDFന് വേണ്ടി മതനിരപേക്ഷ നിലനിർത്താൻ, ഈ രാജ്യത്തെ വർഗീയതയ്ക്കെതിരെ നിലനിൽക്കാൻ എല്ലാ കാലത്തും ഇടതുപക്ഷം ഉണ്ടാവുന്ന ഉറപ്പാണ്. കൂട്ടത്തിൽ ഒന്നുകൂടി ചേർക്കാം, ഇനി ഒറ്റ കൂടും ചേർക്കാം. ഇതേ പ്രശ്നം കഴിഞ്ഞവണുണ്ടായി 2019 ശരത്തോടെ നേരെ സൂചിപ്പിച്ചു. 2019 സ്ഥിതി എന്താ? രാഹുൽ ഗാന്ധി വരുന്നു. രാഹുൽ ഗാന്ധി വന്നാൽ ഈ രാജ്യത്തെ ആകെ മാറ്റുണ്ടാക്കാൻ പോകുന്നുകൊണ്ടാണ് കൊണ്ടുപോയത്. ഈ രാജ്യത്തെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട 3 നിയമങ്ങളുണ്ടായി. പൗരത്വ ഭേദഗതി നിയമം. UDFൻ്റെ MP-മാർ എവിടെയായിരുന്നു? ഈ തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യാൻ പോലും അവിടെ പോയിരുന്നില്ലല്ലോ. അങ്ങനെ ഈ രാജ്യത്ത് പ്രധാനപ്പെട്ട നിയമങ്ങൾ ഉണ്ടാകുമ്പോൾ ഒന്നും UDF ഉണ്ടായിരുന്നില്ല, കോൺഗ്രസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിന് വിശ്വസിക്കാൻ പറ്റിയ 20 സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം. K. രാധാകൃഷ്ണൻ മത്സരിക്കുന്നത് കൊണ്ടാണ്.